കുരിശാണ് നാഥനായി ചേർത്ത ലോകം, വ്യഥയാണ് നാഥനിൽ തീർത്ത ലോകം. എന്തൊരു വിരോധാഭാസമല്ലേ! ലോകത്തിൻ്റെ പാപത്തിന് ദൈവത്തിൻ്റെ പുത്രനെ ശിക്ഷിക്കുന്നു. സത്യത്തിൽ പാപമല്ലേ വേർപാട്, അകൽച്ച സൃഷ്ടിച്ചത്. ഈ അകൽച്ച മാറ്റി മനുഷ്യനെ ദൈവവുമായി ഒത്തുചേർക്കുക എന്നതായിരുന്നു ഈശോയുടെ ജീവിത മരണ ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യം അവിടുന്ന് തൻ്റെ ശരീര രക്തങ്ങളിലൂടെ, ചോരചിന്തലിലൂടെ, കുരിശുമരണത്തിലൂടെ സാധ്യമാക്കി. പതിനൊന്നാം സ്ഥലം യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ദുസ്സഹമായ പീഡകൾ, ഒരു മനുഷ്യ ജീവിതത്തിന് ചിന്തിക്കാൻ പോലും അസാധ്യമായ പീഡകൾ. ഇത്രമാത്രം ക്രൂരത മനസ്സിൽ നിറച്ച ഈ പടയാളികൾ എങ്ങനെ മനുഷ്യരായി ജീവിക്കുന്നു? സാധാരണ മനുഷ്യൻ്റെ കാര്യത്തിൽ കുറേ വേദനകൾക്ക് ശേഷം അവൻ അബോധാവസ്ഥയിലേക്ക് നീങ്ങും. ബോധമില്ലാത്ത അവസ്ഥയിൽ ശരീരത്തിന് ഏൽക്കുന്ന ആഘാതങ്ങൾ, വേദനകൾ ചിലപ്പോൾ അവൻ അറിയില്ല, നീണ്ട ഓപ്പറേഷൻസൊക്കെ നടത്തുന്നത് പോലെ. എന്നാൽ ഈശോയുടെ കാര്യത്തിൽ ഇതൊന്നും ബാധകമായിരുന്നിരിക്കില്ല. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന് നൽകാൻ കഴിയുന്നതിൽ ഏറ്റവും കൂടുതൽ, അതായിരിക്കും ഈശോയുടെ പരിധി. കാരണം എല്ലാവരുടെയും രക്ഷ അതായിരുന്നല്ലോ അവിടുത്തെ പദ്ധതി. അൾട്ടിമേറ്റ് ഫിസിക്കൽ ആഗണി എന്നൊക്കെ പറയുന്ന ആ പീഡകളുടെ ആധിക്യം. ഈ വേദനകളെല്ലാം തൻ്റെ സ്നേഹത്തെ പ്രതിയായതുകൊണ്ട് ഈശോ സന്തോഷത്തോടെ സഹിച്ചു. അതുകൊണ്ടാണല്ലോ പിതാവേ, അവർ ചെയ്യുന്നെന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പോലും പ്രാർത്ഥിക്കാനായിട്ട് അവിടത്തേക്ക് സാധിച്ചത്. ലൂക്കാ 23:34. യഥാർത്ഥത്തിൽ മനുഷ്യമക്കളോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയുടെ പൂർണ്ണ സമർപ്പണമായിരുന്നു അത്. എ ടോട്ടൽ സബ്മിഷൻ. റോമ 5:8 അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ഗലേഷ്യൻസ് 3:13 ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. നാം എല്ലാവരും സ്നേഹത്തിനായി ദാഹിക്കുന്നവരാണ്. ഇവിടെ ഒരു ചോദ്യം നമുക്കുള്ളത്, ആ ദാഹം എത്ര തീവ്രമാണ് എന്നല്ല, ആ സ്നേഹത്തിന് വേണ്ടി നാം എത്ര ത്യാഗം സഹിക്കാൻ നാം തയ്യാറാകുന്നു എന്നതാണ്. രണ്ടാമതായി, ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ഈശോയെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഉപേക്ഷയാലും ദിനം പ്രതി നാം എത്രമാത്രം ദ്രോഹിക്കുന്നു. ഈശോയെ പ്രതി എത്രമാത്രം സഹിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും ഞാൻ തയ്യാറാണ്. മത്തായി 6:14 മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങളെ ഞാൻ ഉയർത്താൻ വന്നു, നിങ്ങൾ എൻ്റെ കൈകൾ ബന്ധിച്ചു എന്ന ഈശോയുടെ തിരുമൊഴികൾ എത്ര യാഥാർത്ഥ്യമാണ്. സത്യത്തിൽ ഇത് തന്നെയല്ലേ ഇന്നത്തെ ലോകത്ത് നടക്കുന്നത്. സത്യം പറയുന്നവൻ, സത്യത്തിന് കൂട്ടു നിൽക്കുന്നവൻ, സത്യത്തെ സംരക്ഷിക്കാൻ നിൽക്കുന്നവൻ എന്നും എവിടെയും ക്രൂശിക്കപ്പെടുന്നു. കള്ളസാക്ഷ്യങ്ങൾക്കും കള്ളത്തരങ്ങൾക്കും അത് ചെയ്യുന്നവർക്കും പരിഗണനയും മുൻതൂക്കവും ലഭിക്കുന്നു. പിന്നെ സമൂഹത്തിൽ എങ്ങനെ നന്മ നിലനിൽക്കും? എല്ലാവരും വഴിതെറ്റി നശിച്ചു പോയിരിക്കുന്നു. റോമ 3:23 എന്ന വാക്യം ഇവിടെ അർത്ഥവത്താവുകയാണ്. മറ്റുള്ളവരെ അപമാനിക്കുന്നത്, തരം താഴ്ത്തുന്നത്, അടിച്ചമർത്തുന്നത്, അവസരങ്ങൾ, നീതിയൊക്കെ നിഷേധിക്കുന്നത്, കുറ്റം വിധിക്കുന്നത്, നിരപരാധിയായെന്നറിഞ്ഞിട്ടും പിലാത്തോസ് ചെയ്ത കുറ്റം ഇതാണ്. തൻ്റെ അധികാരത്തെ നിലനിർത്താൻ അധികാരം ദുർവിനിയോഗം ചെയ്യുകയായിരുന്നു ഈശോയുടെ കാര്യത്തിൽ പിലാത്തോസ് ചെയ്തത്. അധികാരവും പണവും പദവിയുമെല്ലാം നിരപരാധിയെ രക്ഷിക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം ശിക്ഷിക്കാൻ, വധശിക്ഷ നൽകാൻ ഉപയോഗിച്ചു. അന്നത്തെ യഹൂദമത നേതാക്കളും പുരോഹിത പ്രമുഖരും ചെയ്ത കുറ്റവും ഇത് തന്നെയല്ലേ? തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, അധികാരം നിലനിർത്താൻ വേണ്ടി കള്ളങ്ങൾ മെനയുക, കള്ളസാക്ഷ്യം പറയുക, കള്ളക്കേസുണ്ടാക്കുക, ജനത്തെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുക. അനീതിയാണിതൊക്കെ. കർത്താവ് പറയുന്നു, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് സ്നേഹിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായ സ്വജീവൻ നൽകാനുമാണ്. മത്തായി 20:28. അവിടുന്ന് എല്ലാവരെയും സ്നേഹിച്ചു. രോഗശാന്തി നൽകി, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകി. അതിനാൽ അവിടുത്തെ കൈകൾ അവർ ബന്ധിച്ചു. സേവനം ചെയ്യുവാൻ അവൻ എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ചു. അതിനാൽ അവിടുത്തെ പാദങ്ങൾ ബന്ധിച്ചു. അവിടുത്തെ ശരീരത്തിൽ തറച്ചിറങ്ങിയ ഓരോ ആണിയും നമ്മുടെ പാപങ്ങളായിരുന്നു. ഓരോ ചാട്ടുപാറടിയും നമ്മുടെ കുറ്റങ്ങളായിരുന്നു. അവിടുത്തെ ശരീരം, കൈകാലുകൾ വലിച്ചു നീട്ടി യഥാർത്ഥത്തിൽ നമ്മുടെ റിജിഡിറ്റിയാണ്, നമ്മുടെ അരഗൻസാണ്, അസഹിഷ്ണുതയാണ്, ക്ഷമയില്ലായ്മയാണ്. സ്നേഹം കൊണ്ടാണ് അവിടുന്ന് വേദനകളൊക്കെ
വേദനകളെയൊക്കെ ജയിച്ചത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, സ്നേഹം ദീർഘക്ഷമയുള്ളതും ദയയുള്ളതുമാകുന്നു. 1 കൊരിന്തോസ് 13:4-7. ഈ 11-ാം സ്ഥലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അഹങ്കാരമില്ലാത്ത, ക്ഷമിക്കുന്ന, സ്വാർത്ഥതയില്ലാത്ത ഹൃദയം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുവാനുള്ള ഉൾക്കാഴ്ച എനിക്ക് തരണമേ എന്ന്.